ഈ അമ്മ എന്ന് പറയുന്ന ഒരു അംബർല കീഴിൽ ഒരു ട്രേഡ് യൂണിയൻ സാധ്യമാണ് എന്ന് പറയാൻ ബി ഉണ്ണികൃഷ്ണൻ ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ പറയുകയാണ്. അദ്ദേഹം മാക്ടേ അംഗമാണ്. മാക്ട എന്ന സാംസ്കാരിക സംഘടനയിൽ നിന്ന് ഫെഫ്ക ഉണ്ടായി. അതുകൊണ്ട് മാക്ടയിൽ അംഗമാകാതിരിക്കുന്ന അർത്ഥമില്ല. അതുകൊണ്ട് അമ്മ എന്ന അംബർലയിൽ ട്രേഡ് യൂണിയൻ ഉണ്ടായാലും അമ്മ നിൽക്കും, ട്രേഡ് യൂണിയനും നിൽക്കും. ആ പറയുന്ന അത്ര നിഷ്കളങ്കമാണോ ശ്രീ ബൈജു കൊട്ടാരക്കര? അത് ഈ ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞതിനകത്ത് എനിക്ക് പറയാനുള്ളത്, എരുതിയിൽ നിന്ന് ഈ വറചട്ടിയിലേക്ക് പോയി വീഴുന്ന അവസ്ഥയേ ഉള്ളൂ. കാരണം അവിടുന്ന് അവരങ്ങനെ ചെയ്യുകയാണെങ്കിൽ, പക്ഷേ ഇത് അമ്മ എന്ന സംഘടനയ്ക്ക് ഒരു ട്രേഡ് യൂണിയൻ ആയാൽ അതിൽ കിട്ടുന്ന ഗുണം എന്ന് പറയുന്നത് അതിനകത്ത് അംഗങ്ങൾ, അതിനകത്തായിരിക്കുന്ന അംഗങ്ങൾ, അല്ലാതെ ഈ രാഹുൽ ഈശ്വർ പറഞ്ഞ പോലെ രാഹുൽ ഈശ്വർ ഇത്രയും കാലം ചില സമയത്ത് ദിലീപിൻ്റെ വക്കാലത്താണ്, ചില സമയത്ത് പീഡകന്മാരുടെ വക്കാലത്താണ്, ഇപ്പോൾ അമ്മയുടെ വക്കാലത്താണ് പുള്ളി എടുത്തിരിക്കുന്നത്. അതോ ആയിക്കോട്ടെ. അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രബലമായ സംഘടന മലയാളത്തിലെ അമ്മ എന്നൊക്കെ പറഞ്ഞു. തമിഴ്നാട്ടിലെ നടികർ സംഘത്തെക്കുറിച്ചൊന്നും അദ്ദേഹത്തിന് അതിന് യാതൊരു ബോധ്യവുമില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്. കാരണം നടികർ സംഘം ഒരു വാക്ക് പറഞ്ഞാൽ അവിടെ എന്താണ് നടക്കുന്നതെന്നും ആ നടികർ സംഘത്തിൽ ആ നടികർ സംഘം ഇന്ത്യയിലെ ആദ്യ ഇനിഷ്യേറ്റീവ് എന്നല്ല, ഇന്ത്യയിലെ തന്നെ ഒരു ഒത്തൊരുമയുള്ള വലിയൊരു സംഘടനയാണെന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. പിന്നെ ശ്രീ മിഥുൻ ചക്രവർത്തി നേതൃത്വം കൊടുക്കുന്ന ഹിന്ദിയിലെ സംഘടനയും അതേപോലെ തന്നെ ബോളിവുഡിലെ ഒരു സംഘടനയുണ്ട്, അതുപോലെ തന്നെ നടികർ സംഘത്തിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ നമ്മൾ വെച്ച് നോക്കിയാൽ അവിടെ ഇവരൊക്കെ ഒന്നുമില്ലെന്നുള്ളതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. ഏതാണ്? അപ്പോൾ ട്രേഡ് യൂണിയൻ ആക്ട് അനുസരിച്ച് മുമ്പോട്ട് പോയാൽ ഇവരുടെ ഒന്നും പല കാര്യങ്ങളും നടക്കില്ല. ഒന്നാമത് 2 ലക്ഷം രൂപയാണ് അവിടെ മെമ്പർഷിപ്പ് ആയിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുന്ന AMMയിൽ. ഈ 2 ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ ഇടവേള ബാബുവിൻ്റെ കൂടെ പോയാലും മെമ്പർഷിപ്പ് കിട്ടുമെന്നാണ് ചില പെൺകുട്ടികളൊക്കെ പറഞ്ഞത്. അപ്പോൾ അത് നടപ്പാക്കണമെങ്കിൽ ഒരു ട്രേഡ് യൂണിയൻ ആണെങ്കിൽ ചിലപ്പോൾ ചോദ്യം വരും പല ഭാഗത്തു നിന്നും. ഏതൊരു മെമ്പറിനും എഴുന്നേറ്റ് നിന്ന് അന്തസ്സായി ചോദ്യം ചോദിക്കാനുള്ള ഒരു അവസരം ഒരുക്കുകയാണ് ട്രേഡ് യൂണിയൻ ആയാൽ. 2, സർക്കാരിനോട് അവർക്ക് അവരുടെ ആവശ്യങ്ങൾ പറയാം, ആവലാതികൾ പറയാം. ഏതൊരു സ്ഥലത്ത് ചെന്നാലും ഒരു ട്രേഡ് യൂണിയൻ ആണെങ്കിൽ അത് അതിൻ്റെതായ രീതിയിൽ തന്നെ സംസാരിക്കാനുള്ള യോഗ്യത അതിലെ മെമ്പർമാർക്കുണ്ടാകും എന്നുള്ളതാണ് സത്യം. അല്ലാതെ ഇവരൊക്കെ പറയുന്നത് പോലെ ഒരു ട്രേഡ് യൂണിയൻ ആയി കഴിഞ്ഞാൽ അതങ്ങ് നശിച്ചു പോകും എന്നൊന്നുമില്ല. നേരത്തെ ഹാഷ്മി ഉപയോഗിച്ച വാക്ക് വളരെ സത്യം തന്നെയാണ്. അതായത് ക്ലബ്ബ് തന്നെയാണ്. പണ്ട് മാക്ട അങ്ങനെയായിരുന്നു, ഒരു ക്ലബ്ബായിരുന്നു. ആ ക്ലബിൽ നിന്നാണ് ഈ പറഞ്ഞ മാക്ട ഫെഡറേഷൻ ഉണ്ടായത്. എന്ന് പറഞ്ഞതുപോലെ അമ്മ എന്ന് പറഞ്ഞ ഈ ക്ലബിൽ നിന്ന് ചിലപ്പോൾ നാളെ ഒരു അമ്മ ഫെഡറേഷൻ ഉണ്ടായില്ലെന്ന് ആര് കണ്ടു? അതായത് ചിന്തിക്കുന്ന ആളുകൾ അത് മാറി ചിന്തിക്കും, 100% മാറി ചിന്തിക്കും. ഇപ്പൊ ഈ പറഞ്ഞ 20-40 ഒന്നുമല്ല, അതിലൊക്കെ മേളെ ആളുകളുണ്ട് അതിൽ നിന്ന് മാറി ചിന്തിക്കാൻ. ജോയി മാത്യു പറഞ്ഞതുപോലെ ഈ 512 പേരുടെ ഒരു കൂട്ടായ്മ കൊണ്ടൊന്നും മലയാള സിനിമ ഓടില്ല. അല്ല ബൈജു കൂട്ടർ നോക്കൂ, 507 പേരും ജോയി മാത്യു തന്നെ പറയുന്നു 5000-ത്തിലധികം പേർ പ്രവർത്തിക്കുന്നു പറയണം. അപ്പൊ ഈ 5000 ചിലവാനം -506 എന്ന് പറഞ്ഞ വലിയ സംഖ്യ അവിടെ ഉണ്ടല്ലോ. ഇവർക്ക് അമ്മയിൽ ചേരാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. ഒന്നാമത് 1 ലക്ഷം രൂപ വേണം. മാത്രമല്ല ഇവരുടെ താല്പര്യമുള്ളവരെ മാത്രമേ അവരകത്തെ കടത്തുകയുള്ളൂ. പിന്നെ മറ്റു മാനദണ്ഡങ്ങൾ അത് പിന്നെയും പറയുന്നില്ല. 2 ലക്ഷം രൂപ പിന്നെ മറ്റു മാനദണ്ഡങ്ങൾ ഞാൻ പറയുന്നില്ല, ആരോപണമാണ്, അത് അങ്ങനെ നിൽക്കട്ടെ. ബാക്കി ഇത്തരം ആൾക്കാരില്ലേ, അവരൊന്ന് സംഘടിക്കുന്നതിന് ഇവർക്ക് പ്രശ്നം എന്താണെന്ന് ബൈജു കൊട്ടാരക്കര? അതാണ് ഹാഷ്മി പറഞ്ഞത്. ഇത് ചിലരുടെ മൊണോപ്പൊളിയാക്കി വെക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് അവർ. ഈ മൊണോപ്പൊളിയാക്കി എങ്ങനെ വെക്കാൻ പറ്റും? ഇപ്പോൾ 3 സിനിമയിൽ കൂടുതൽ അഭിനയിക്കുന്ന ആൾക്കാർക്ക് അവിടെ മെമ്പർഷിപ്പ് കൊടുത്തേ പറ്റൂ. ഇപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് അറിയുമോ? മിനിമം 25,000 രൂപ ശമ്പളം വാങ്ങിയിരിക്കണം, 3 സിനിമയിൽ അഭിനയിച്ചിരിക്കണം. ഞാൻ ചോദിക്കട്ടെ, 20,000 ശമ്പളം കിട്ടിയുള്ളെങ്കിലും ഒരു സിനിമയിൽ അതിനെന്തെങ്കിലും മാനദണ്ഡം ഉണ്ടോ? അതാണ് പറഞ്ഞത്. ട്രേഡ് യൂണിയൻ ആക്ട് അനുസരിച്ചുള്ള രജിസ്ട്രേഷൻ വരികയാണെങ്കിൽ ഇതിനെല്ലാത്തിനും മാറ്റം വരും, ഉറപ്പായിട്ടും മാറ്റം വരും. അംഗങ്ങളുടെ ആ നിലവാരത്തിനും നിലനിൽപ്പിനും തന്നെ മാറ്റം വരും. ഒരു സിനിമയിൽ ഈ പറഞ്ഞ ജോയ് ബാത്ത് പറഞ്ഞല്ലോ, ഒരു സിനിമയിൽ പ്രൊഡ്യൂസറാണ് തീരുമാനിക്കുന്ന ആർട്ടിസ്റ്റുകൾ ആരാ അഭിനയിക്കേണ്ടതെന്ന്. ശരിയാണ്. ഈ 5000 അംഗങ്ങളുള്ള ഗോവിന്ദനെയോ ചങ്ങരനെയോ ഒന്നും അല്ലല്ലോ അഭിനയിക്കാൻ വേണ്ടി വിളിക്കുന്നത്. ചിലപ്പോൾ മോഹൻലാൽ ആയിരിക്കാം, ചിലപ്പോൾ മമ്മൂട്ടി ആയിരിക്കാം. കൂട്ടത്തിൽ ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ മോഹൻലാലിനെയും മമ്മൂട്ടിയെയും മാത്രം വെച്ചുകൊണ്ട് സിനിമ തീരില്ലല്ലോ. 10, 50, 60 ചിലപ്പോൾ 100ഓളം ആർട്ടിസ്റ്റുകൾ വേണ്ടി വരും. ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെ ചിലപ്പോൾ 500, 1000, 2000 ആർട്ടിസ്റ്റുകൾ വേണ്ടി വരും. അത് സിനിമയുടെ വലിപ്പം അനുസരിച്ചാണ്. അപ്പോൾ അത് വരുമ്പോൾ അതിനകത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ ഈ മെയിൻ സ്ട്രീമിലുള്ള ആളുകളല്ലാതെ ബാക്കിയുള്ള ആളുകൾക്കും അവരുടെ ബേസിക് നീഡ്സ് ആവശ്യമെങ്കിൽ ഒരു ട്രേഡ് യൂണിയൻ ആണെങ്കിൽ അത് നടക്കും എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ആ ട്രേഡ് യൂണിയൻ, അതുകൊണ്ട് ട്രേഡ് യൂണിയനായി രജിസ്റ്റർ ചെയ്യുന്ന AMMയ്ക്ക് എപ്പോഴും നല്ലത് തന്നെയാണ്. ചിന്തിക്കുന്ന ആളുകൾ അതിൽ നിന്ന് തീർച്ചയായിട്ടും മാറി ചിന്തിക്കും, അത് ട്രേഡ് യൂണിയൻ ആവുകയും ചെയ്യും. കാലാകാലങ്ങൾ കൊണ്ട് ഇതൊരു ക്ലബ്ബായിട്ട് തന്നെ ചിലപ്പോൾ ഈ AMM നിൽക്കുകയും ചെയ്യുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കേട്ടോ രാഹുൽ, ഇപ്പോ ഓൾ ഇന്ത്യ സിനി വർക്കേഴ്സ് അസോസിയേഷൻ മഹാരാഷ്ട്ര, അതായത് നവംബർ 27 നടികർ സംഘത്തിന്റെ മീറ്റിംഗ് 2 ഗ്രൂപ്പ് മാറി പരസ്പരം തല്ലി പോലീസ് ഇടപെട്ട് 2 പേരെ മാറ്റിക്കൊണ്ടു പോയതാണ്. ഈ എന്നെ കുറിച്ച്
അതുകൊണ്ട് എന്താണ് സാർ ഞാൻ പറയുന്നത് ഒരു ആശയ പ്രശ്നത്തിന്റെ പേരിൽ വഴക്കുണ്ടാക്കുന്നതിനേക്കാൾ അധമമാണ് സാർ. രാഹുൽ ഈശ്വർ ഒരു തർക്കത്തിന്റെ പേരിൽ ഞാൻ പറഞ്ഞോട്ടെ, ഒരു തർക്കത്തിന്റെ പേരിൽ തമ്മിൽ തല്ലുന്നതിനേക്കാൾ അധമമാണ് കൂട്ടത്തിലുള്ളവർക്ക് പ്രശ്നമുണ്ടാകുമ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടി, അതിൽ നിന്ന് ഒരു അക്ഷരം മിണ്ടാതെ ഒളിച്ചോടി ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് കൈ കഴുകുന്നത് അതിനേക്കാൾ അധമമാണ് രാഹുൽ ഈശ്വർ. കൂട്ടത്തിലുള്ളവരെ സംരക്ഷിക്കാൻ നട്ടലോടെ അമ്മ ഒരുമിച്ച് ഏതമ്മ നട്ടല്ലോട് ഏതമ്മ എന്ന് അമ്മയുടെ രാജി അമ്മ പറഞ്ഞു ഇരയ്ക്കൊപ്പവുമാണ് വേട്ടക്കാരനൊപ്പവുമാണ്. അമ്മ പറഞ്ഞു രണ്ടും ഞങ്ങളുടെ മക്കളാണ്, രണ്ടുപേർക്കൊപ്പം ഞങ്ങൾ നിൽക്കും. ഓർമ്മയില്ലേ അത്? അമ്മ പറഞ്ഞു രണ്ടും ഞങ്ങളുടെ മക്കളാണ്. ആരാണ്? ബലാത്സംഗം ചെയ്യപ്പെട്ട ആളും ഈ പറയുന്ന റേപ്പ് കൊട്ടേഷൻ കൊടുത്ത ആളും രണ്ടുപേരും ഞങ്ങളുടെ ആൾക്കാരാണ്. പോലീസ് പറഞ്ഞു പ്രതിയാണ്. എന്താണ് രാഹുൽ സംശയമുണ്ടോ? ഇത് പ്രതിയാണെന്നേ, അയാൾ പ്രതിയാണ്. വിധി വരുമ്പോഴല്ലേ? അല്ല, അത് വിധി വരുമ്പോഴല്ലേ? രാഹുൽ ഈശ്വർ, അത് വിധി വരുമ്പോഴല്ലേ? അതിനു മുമ്പ് താങ്കൾ ആര് പറഞ്ഞു വെല്ലുവിളിക്കല്ലേ? അതിനായിട്ടില്ല താങ്കൾ. അതിനു മുമ്പ് താങ്കൾ ആര് പറഞ്ഞു എന്ന് വെല്ലുവിളിക്കല്ലേ? അതിനായിട്ടില്ല താങ്കൾ. കൊടുക്കാനുണ്ടോ? അതോ മേടിച്ച കാശിന്റെ നന്ദി കാണിക്കുന്നതാണോ? ഒരു കിണിയും 24 മണിക്കൂർ ഒരു കിണിയും നല്ല കാര്യമുണ്ടോ? എന്തോന്ന് പറയാൻ 24 മണിക്കൂർ ദിലീപ് പറഞ്ഞോണ്ടിരിക്കാതെ ഒരു ചർച്ചയ്ക്ക് ഇരിക്കുമ്പോ 24 ദിലീപിന്റെ ചർച്ചയാണോ? അതായത് അങ്ങനെ പലർക്കെതിരെയും ആക്രോശിച്ചതിന് ശേഷം കാവ്യാമാധവനെ ഇപ്പം പിടിക്കും, നാളെ പിടിക്കും, കാവ്യാമാധവന്റെ അമ്മ കുറ്റക്കാരിയാന്നൊക്കെ പറഞ്ഞ് എല്ലാ ആരോപണങ്ങളും തകർന്ന് താഴെ വീണിട്ട് ഇന്ന് നിവിൻ പോളി അടക്കം, ശ്രീ രഞ്ജിത്ത് അടക്കം, ശ്രീ മുകേഷ് അടക്കം അതിശക്തമായി തിരിച്ചുകൊണ്ട് വന്നിരിക്കുമ്പോ ഈ വ്യാജ പരാതിക്കാരുടെ വക്കാലത്ത് പലരും കാണും. അവരെന്തെങ്കിലും പറയട്ടെ. രണ്ട്, നടികർ സംഘം പോലെയല്ല നമ്മുടെ മലയാളം മൂവി. രഞ്ജിത്ത് മുകേഷ് ഒക്കെ പുണ്യാളന്മാരാണ്. നമുക്കൊരു പുണ്യാളന്റെ രൂപം ഉണ്ടാക്കി വെച്ചു കൊടുക്കാം. ആയിക്കോട്ടെ, വെച്ചോളൂ, താങ്കൾ വെച്ചോളൂ. എനിക്കെന്താ? അതാണ് രഞ്ജിത്ത് മുകേഷ് ഒക്കെ പുണ്യാളന്മാരാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു പുണ്യാളത്തിന്റെ ഒരു രൂപം ഉണ്ടാക്കി കൊടുത്തിട്ട് അറിയാത്തല്ലോ. രണ്ടും കൂടെ പറഞ്ഞാൽ നാട്ടുകാർ എന്തെങ്കിലും കേൾക്കൂ? ഇല്ലല്ലോ. അവിടെയാണ് ഓരോ വ്യാജ പരാതിയും തകർന്നു വീഴുന്ന കാണുക. അതായത് 2015 തുടങ്ങിയ ഹോട്ടലിൽ 2012 പീഡിപ്പിച്ചു. കൊച്ചിയിലുള്ള നിവിൻ പോളി ദുബായിലെത്തി പീഡിപ്പിച്ചു. വൈഫൈയിലൂടെയാണോ റേപ്പ് ചെയ്തത്? അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഡിജിറ്റൽ ആയിട്ടാണോ റേപ്പ് ചെയ്തത്? അല്ലെങ്കിൽ നെറ്റിലൂടെ റേപ്പ് ചെയ്തതെന്നാണോ പറയുന്നത്? ഓരോ കള്ളങ്ങളായി തകർന്നു വീണോണ്ടിരിക്കുകയാണ്. സിദ്ദിഖിനെതിരെ പരാതി കൊടുത്ത വ്യക്തിയെ ചൈനയിൽ നിന്ന് പുറത്താക്കിയതാണ്. സഹപാഠിയുടെ മോശം ചിത്രങ്ങൾ എടുത്തതിന് പല കാര്യങ്ങളും ഇന്ന് വെളിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം നമുക്ക് കാണാം. കോടതിയുടെ വിധി വരട്ടെ. പക്ഷേ അമ്മ എന്ന സംഘടനയുടെ നന്മ കാണാതെ, അമ്മ ചെയ്യുന്ന പോസിറ്റീവുകൾ കാണാതെ, അമ്മ എടുത്തതുപോലൊരു സിനിമ വേറെ ഏതെങ്കിലും ഇൻഡസ്ട്രിക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അമ്മ 2020 ശരി, ശ്രീ ലിബർട്ടി ബഷീർ, ഇവിടെ അമ്മ